സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. GMI മിനിസ്ട്രി വചനസന്ധ്യാ കീർത്തനങ്ങൾ വചന പഠന പരമ്പര എന്നുള്ളായിരിക്കുന്ന വിഷയത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്വാഗതം പറയുന്നു. നിത്യത മുതൽ നിത്യത വരെ എന്നുള്ളതായിരിക്കുന്ന വചന പരമ്പര ദൈവസന്നിൽ ആരംഭിപ്പാൻ സർവശക്തനായ ദൈവം ഇടയാക്കി. അതിൻ്റെ 32ാമത്തെ എപ്പിസോഡിലേക്കാണ് ഇന്ന് രാത്രികാലം കടന്നു വരുന്നത്. ഇന്ന് രാത്രികാലത്തെ വചനപഠന ചിന്ത അബ്രഹാമിനോട് ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്നുള്ളതാണ്. അബ്രഹാമിനോട് ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്നുള്ളതായിരിക്കുന്ന പഠനവുമായിട്ടാണ് അല്പനിമിഷം ദൈവാസനിൽ കടന്നു വരുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. അതിനായി എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രാർത്ഥനയോടെ ദൈവാസനയിലായിരിക്കാം എന്ന ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. വിശുദ്ധ തിരുവചനത്തിൽ നിന്നും ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം പ്രാരംഭത്തിൽ ഞാനിവിടെ വായിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. വായിക്കുകയാണ്. യഹോവ ആ ദിവസം അബ്രഹാമിനോട് ഒരു ഉടമ്പടി അരുളി ചെയ്തത്, ഞാൻ നിന്റെ സന്തതിക്ക് മിസ്രൈം നദി മുതൽ മഹാനദിയായിരിക്കുന്ന യൂഫ്രട്ടീസ് വരെയുള്ളതായിരിക്കുന്ന ദേശത്തെ തന്നിരിക്കും. ഒന്നുകൂടി വായിക്കാം. യഹോവയായ ദൈവം, യഹോവ ആ ദിവസം അബ്രഹാമിനോട് ഒരു ഉടമ്പടി അരുളി ചെയ്തത്, ഞാൻ നിന്റെ സന്തതിക്ക് മിസ്രൈം നദി മുതൽ മഹാനദിയായിരിക്കുന്ന യൂഫ്രട്ടീസ് വരെയുള്ളതായിരിക്കുന്ന ദേശത്തെ തന്നിരിക്കുന്നു എന്നാണ് ഇവിടെ വായിപ്പാനിടയാകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതായിരിക്കുന്ന പഠനം, അബ്രഹാം ആദ്യത്തെ ദശാംശം ദൈവത്തിന് കൊടുത്തു എന്നുള്ളതായിരിക്കുന്ന ചിന്തയുമായിട്ടാണ് ഇന്നലെ രാത്രികാലം ആയിരിക്കാൻ ദൈവം നമ്മെ ഇടയാക്കിയത്. ഇന്ന് രാത്രികാലം അബ്രഹാമിനോടുള്ളതായിരിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്നുള്ളതാണ്. ഇവിടെ അബ്രഹാം യുദ്ധത്തിൽ ജയിച്ച കടന്നു വന്ന ശാലേം രാജാവ് എതിരേറ്റ അബ്രഹാം ദശാംശം ശാലേം രാജാവായിരിക്കുന്ന മഹാപുരോഹിതന് നൽകി എന്നാണ് വായിപ്പാനിടയാണ്. അതിൻ്റെ ശേഷം യഹോവ ദർശനത്തിലൂടെ അബ്രഹാമിനോട് അരുളി ചെയ്തത്, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമുഖത്തായിരിക്കുന്ന പ്രതിഫലവുമാകുന്നു. യഹോവയായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടിട്ട്, അപ്പോൾ അബ്രഹാം ദർശനത്തിലൂടെ ഇതാ ദൈവത്തെ കാണുകയാണ്. യഹോവയായ ദൈവം അബ്രഹാമിനോട് സംസാരിക്കുകയാണ്. ദൈവമക്കളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വളരെ ദർശനവും കാഴ്ചപ്പാടും പ്രാപിക്കേണ്ടവരാണ്. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ദർശനം കാണുവാൻ ദൈവം എന്നെ ഇടയാക്കിയിട്ടുണ്ട്. നമ്മുടെ പലരുടെയും ജീവിതത്തിൽ ദർശനം കണ്ടിട്ടുണ്ട്. ഇവിടെ അബ്രഹാം കാണുന്നതായിരിക്കുന്ന ദർശനം ഇപ്രകാരമാണ്: അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമുഖത്തായിരിക്കുന്ന പ്രതിഫലവുമാകുന്നു. യഹോവയായ ദൈവം അബ്രഹാമിന് അബ്രഹാമിന് സ്തോത്രം ദർശനത്തിലൂടെ പറയുകയാണ്, അബ്രഹാമേ നീ ഭയപ്പെടേണ്ട.
സ്തോത്രം. ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അബ്രഹാമിന് ഏതെല്ലാം നിലകൾ വാരിക്കുന്നതായ പ്രതിസന്ധി കടന്നു വന്നാലും, പ്രതികൂലങ്ങൾ കടന്നു വന്നാലും, ആരെല്ലാം പോരാളികള് പ്രതിയോഗികള് കടന്നു വന്നാലും അബ്രഹാമിന് സർവശക്തനായ ദൈവം എന്ത് ചെയ്യാണ്? പരിചയമായി നിൽക്കുകയാണ്. അപ്പോൾ തന്നെ പരിചയം മാത്രമല്ല, അവന്റെ പ്രതിഫലം കൂടിയാണ് എന്ന് ഇവിടെ കാണുവാനിടയാകുന്നത്. അതിന് അബ്രഹാം പറഞ്ഞത്, ദൈവമായ യഹോവേ, ഞാൻ മക്കളില്ലാത്തവനായിരിക്കെ നീ എനിക്ക് എന്താ പ്രതിഫലം തരും? എന്റെ അനന്തര അവകാശിയായ ദമേശക്കുകാരനായിരിക്കുന്ന എലയാസറാകുന്നു എന്റെ സകലവിധമായിരിക്കുന്ന അവകാശി എന്ന ദൈവം അബ്രഹാമിനോട് സംസാരിപ്പാനിടയായി. എന്നാൽ അവിടെ ദമേശക്കുകാരനായിരിക്കുന്ന തന്റെ ഭവനത്തിൽ, തന്റെ കൂടാരത്തിൽ ജനിച്ചതായിരിക്കുന്ന ദമേശക്കുകാരനായിരിക്കുന്ന എലയാസർ ആണ് എന്റെ അനന്തരാവകാശി എന്ന യഹോവയായ ദൈവത്തോട് അബ്രഹാം പറയുവാനിടയായി. അപ്പോൾ പ്രതിഫലത്തെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് അബ്രഹാം ഈ കാര്യം ദൈവത്തോട് പറയുവാനിടയായത്. കാരണം എന്ന് ചോദിച്ചാൽ, അബ്രഹാമിനൊരു തലമുറയില്ലാതെ മക്കൾ യഹോവ നൽകുന്നതായിരിക്കുന്നതായ ദാനമാണ് എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാനിടയാകുന്നത്. അപ്പോൾ അബ്രഹാം ദൈവത്തോട് ചോദിക്കുകയാണ്, നീ എനിക്ക് മക്കളെ തന്നിട്ടില്ലല്ലോ. എന്റെ ഭവനത്തിൽ ജനിച്ച ദാസനായിരിക്കുന്ന എലയാസറായിരിക്കുന്നു എന്റെ അനന്തരാവകാശി എന്ന പ്രൈസ് ദി ലോർഡ് അബ്രഹാം ദൈവത്തോട് പറയുകയാണ്. അതിന് യഹോവയായ കർത്താവ് അബ്രഹാമിനോട് അപ്പോൾ യഹോവ അവനോട്, അവൻ നിന്റെ അനന്തരാവകാശിയാകുകയില്ല, പിന്നെ നിന്നിൽ നിന്നും ജനിക്കുന്നവനായ തന്നെ നിന്റെ അനന്തരാവകാശിയാകുമെന്നാണ് യഹോവയായ ദൈവം അബ്രഹാമിനോട് പറയുവാനിടയായത്. ദീർഘവർഷങ്ങളായി സാറായും അബ്രഹാമും വാർദ്ധക്യമായിരിക്കുന്ന നിലകളിലായി 90-100 കാലഘട്ടങ്ങളിൽ പ്രൈസലോ പുത്ര സമ്പത്തുൽപാദന ശേഷികളെല്ലാം പ്രൈസലോ നിർജീവമായിരിക്കുന്ന നിലകളിൽ ആയിരിക്കുമ്പോൾ ദമേശക്കുകാരനായിരിക്കുന്ന എലയാസർ നിന്റെ അനന്തരാവകാശിയാകുകയില്ല എന്നും നിന്നിൽ നിന്നും തന്നെ നിന്റെ അവകാശി വരുമെന്നും യഹോവയായ ദൈവം അബ്രഹാമിനോട് പറയുവാനിടയായി. ഇവിടെ കാണുവാനിടയാകുന്ന യഹോവയായ ദൈവം അബ്രഹാമിനെ എന്ത് ചെയ്യാണ്? ആ മമ്രയുടെ തോപ്പിൽ നിന്നും, അഥവാ അബ്രഹാം പാർക്കുന്ന കൂടാരത്തിൽ നിന്നും അബ്രഹാമിനെ വെളിയിലേക്ക് വിളിച്ചിറക്കിയിട്ട ഇതാ അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അബ്രഹാമിനോട് പറയാണ്, നീ ആകാശത്തിലേക്കൊന്ന് നോക്കുക. ആകാശത്തിൽ കാണുന്നതായിരിക്കുന്ന നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണുവാൻ കഴിയുമോ? പ്രൈസലോ എണ്ണാമെങ്കിൽ എണ്ണാൻ പറഞ്ഞു. എന്നാൽ അബ്രഹാമിനെ കൊണ്ട് ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയത്തില്ല. അപ്പോൾ യഹോവയായ ദൈവം പറയാണ്, ഈ നക്ഷത്രങ്ങളെ പോലെ ഞാൻ എന്ത് ചെയ്യാണ്? നിനക്ക് തലമുറകളെ നൽകുമെന്നാണ് സർവശക്തനായ ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം പറയുവാനിടയായത്. അവൻ യഹോവയിൽ എന്ത് ചെയ്യാണ്? വിശ്വസിച്ചു. ഇന്ന് രാത്രികാലം എന്നെ ഈ എപ്പിസോഡിന്റെ 32ാമത്തെ എപ്പിസോഡിൽ കടന്നു വരുന്നതായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ നിന്റെ ജീവിതത്തിൽ യഹോവയായ ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചതുപോലെ തന്നെ
യഹോവയായിരിക്കുന്ന കർത്താവിൽ നീ വിശ്വസിക്കുന്നുവെങ്കിൽ ആ സർവശക്തനായ ദൈവം നിന്നെയും നിന്റെ ഭവനത്തെയും നിന്റെ തലമുറയെയും അനുഗ്രഹിപ്പാൻ ശക്തനായിരിക്കുന്നവനായ ദൈവമാണെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അബ്രഹാം എന്ത് ചെയ്യാണ്? യഹോവയിൽ വിശ്വസിച്ച അവനത് നീതിയായി കണക്കിടുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിശ്വസിക്കുന്നതായിരിക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി പ്രവർത്തിക്കുന്നവനായിരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവനോട് പ്രൈസ് ദി ലോർഡ് അബ്രഹാം യഹോവയാം ദൈവത്തിനോട് ചോദിക്കുകയാണ്, നീ ഇതാ എനിക്ക് തലമുറ നൽകുമെന്ന് ഞാൻ എന്തോന്നിനാൽ അറിയും? ഏതിനാൽ ഞാൻ അറിയും? അപ്പോൾ യഹോവയായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞ അവനോട്, നീ 3 വയസ്സുള്ളതായിരിക്കുന്നതായ പശുക്കിടാവിനെയും 3 വയസ്സുള്ളതായിരിക്കുന്നതായ പെണ്ണാടിനെയും 3 വയസ്സുള്ളതായിരിക്കുന്നതായ മുട്ടനാടിനെയും ഒരു പ്രാവിനെയും പ്രാവുകുഞ്ഞിനെയും നീ കൊണ്ടുവരിക. എന്നിട്ട് എന്ത് ചെയ്യാണ്? എനിക്ക് വേണ്ടി യാഗപീഠത്തിങ്കൽ വെച്ച അതിന് നേരെ പിളർന്ന യാഗമർപ്പിപ്പാനിടയായി. പ്രൈസ് ദി ലോർഡ്. ദൈവം ആരാധന അബ്രഹാമിനോട് സ്വീകരിക്കുകയാണ്. അബ്രഹാം എന്ത് ചെയ്തു? ദൈവസന്നിധിയിൽ അവിടെ കുറുമ്പ്രാവിനെ പിളർന്നില്ല എന്നാണ് കാണുവാനിടയാകുന്നത്. മറ്റുള്ളതായിരിക്കുന്നതായ സകലതിനെയും അബ്രഹാം പിളർന്നുവെങ്കിൽ തന്നെയും ആട്ടിനെയും ആട്ടുകുറ്റനെയും കലാട്ടുകുറ്റനെയും പ്രാവിനെയും എല്ലാം നെടുവേ പിളർന്ന അതിന്റെ വവയും പിണ്ടവും പിത്താശയും ചെറുകുടലും വൻകുടലും എന്ന് വേണ്ട സകല അശുദ്ധിയും അബ്രഹാം എടുത്തു ദൂരെ എറിഞ്ഞതിന്റെ ശേഷമായി പ്രൈസ്. എന്നാൽ ചെറിയ കുറുമ്പ്രാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. ദൈവത്തിന്റെ പാദപീഠങ്ങളിൽ എന്ത് ചെയ്യാണ്? അബ്രഹാമിന്റെ യാഗത്തിങ്കൽ പ്രൈസ് ദി ലോർഡ് റാഞ്ചം പക്ഷി ഇറങ്ങി അബ്രഹാം അതിനെ ആട്ടിക്കളഞ്ഞു. അതുമല്ല, സൂര്യൻ അസ്തമിച്ചപ്പോൾ വലിയ ഗാഠനിദ്രയിലായിരിക്കാനിടയായി. ഗാഠനിദ്രയിലായിരുന്നായിരിക്കുന്നതായ അബ്രഹാമിനോട് പ്രൈസ് ദി ലോർഡ് ആരാധന കഴിച്ച ആരാധനയുടെ സൗരഭ്യവാസന ഇറങ്ങി വരുവാൻ കഴിയാത്തതായിരിക്കുന്ന നിലകളിൽ ആരാധകനായ യഹോവയായ ദൈവം ഇറങ്ങി വരുവാൻ കഴിയാത്തതായിരിക്കുന്ന നിലകളിൽ ആയി തീർന്നപ്പോൾ പ്രൈസ് ദി ലോർഡ് റാഞ്ചൻ ഇറങ്ങിയപ്പോൾ റാഞ്ചനെ അബ്രഹാം എന്ത് ചെയ്യാണ്? പ്രൈസ് ദി ലോർഡ് അട്ടിപ്പായിപ്പാനിടയായി. സൂര്യൻ അസ്തമിച്ചപ്പോൾ ഇതാ അബ്രഹാം വളരെ ഗാഠത്തിന്റെ കൂരിരുട്ടിന്റെ അനുഭവത്തിലായി തീരുവാനിടയായി എന്നാണ് വായിക്കുന്നത്. അവൻ ഇവയെല്ലാം യഹോവയുടെ പ്രൈസ് ദി ലോർഡ് അടുക്കൽ കൊണ്ടുവന്ന ഒത്ത നടുവേ പിളർന്ന പിളർപ്പുകൾ നേർക്കുനേരെ വെച്ചോ പക്ഷികളെ അവൻ പിളർന്നില്ല എന്നാണ് വായിപ്പാനിടയായത്. അതുകൊണ്ട് എന്ത് ചെയ്യാണ്? റാഞ്ചൻ പക്ഷി ഇറങ്ങുവാനിടയായി. അപ്പോൾ അവൻ അബ്രഹാമിനോട് പറഞ്ഞത്, അരുളി ചെയ്തത്, നിന്റെ സന്തതി തങ്ങളുടെ അല്ലാത്ത ഒരു ദേശത്ത് 400 വർഷക്കാലം പരദേശിയായി അടിമകളായി പാർക്കും എന്ന് യഹോവയായ ദൈവം അബ്രഹാമിനോട് പറയുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം എന്നെ ശ്രവിക്കുന്ന, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ ആരാധന ശരിയല്ല എങ്കിൽ നിന്റെ തലമുറ എന്ത് ചെയ്യാണ്? ശത്രുവാന ദുഷ്ട പിശാചുക്കൾക്ക് അടിമകളായി തീരുവാനിടയാകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്നതായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ദൈവത്തെ ശക്തമായി ആരാധിക്കുന്നവരായിരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനോട് സർവശക്തനായ ദൈവം പറഞ്ഞു, നീയോ നല്ല വാർദ്ധക്യത്തിൽ പ്രൈസ് ദി ലോർഡ് എന്ത് ചെയ്യാണ്? സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും എന്ന സർവശക്തനായ ദൈവം പറയുവാനിടയായി. അതുകൊണ്ട് ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്നതായിരിക്കുന്ന ദൈവജനമേ, ദൈവത്തിന്റെ പാദപീഠങ്ങളിൽ ഇവിടെ പ്രൈസ് ദി ലോർഡ് 18-ാമത്തെ വാക്യങ്ങൾ വായിക്കുന്നത്, ആ ദിവസം അബ്രഹാമിനോട്
ഒരു ഉടമ്പടി ചെയ്തു, ഒരു വാഗ്ദത്തം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അരുളി ചെയ്തതാ, ഞാൻ നിന്റെ സന്തതിക്ക് മിസ്രയീം നദി മുതൽ മഹാനദിയായിരിക്കുന്ന യൂഫ്രട്ടീസ് വരെയുള്ളതായിരിക്കുന്ന ദേശത്തെ തന്നിരിക്കുന്നു എന്ന പ്രൈസ് ദി ലോർഡ് അബ്രഹാമിനോട് സർവശക്തനായ ദൈവം വാഗ്ദത്ത ഉടമ്പടി ചെയ്യുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ദൈവം പറഞ്ഞതെല്ലാം അബ്രഹാം കേട്ടതിന്റെ ഫലമായിട്ട് സർവശക്തനായ ദൈവം അബ്രഹാമിന് എന്ത് ചെയ്യാണ്? വാഗ്ദത്ത ഉടമ്പടി ചെയ്യുവാനിടയായി. ഈ ഉടമ്പടി അബ്രഹാമിനോട് സർവശക്തനായ ദൈവം ചെയ്യുമ്പോൾ എന്ത് ചെയ്യാണ്? അബ്രഹാമിന് ഒരു തലമുറയില്ല. അവന്റെ പേര് തന്നെ അബ്രാം എന്നാണ്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം എന്നല്ല, അബ്രാം എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ആ സമയത്ത് സർവശക്തനായ ദൈവം അബ്രഹാമിനോട് ഉടമ്പടി ചെയ്യുവാനിടയായി. എലയാസർ നിന്റെ നന്മയ്ക്ക്, നിന്റെ അവകാശത്തിന്, നിന്റെ സ്വത്തിന് അവകാശിയാകത്തില്ല. നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ നിനക്ക് തലമുറ വരികയും അവനായിരിക്കും നിന്റെ അവകാശി. അപ്പോൾ തന്നെ ആ അവകാശിക്ക് വേണ്ടിയുള്ളതായിരിക്കുന്നതായ ദേശം, സ്ഥലം, പ്രൈസ് ദി ലോർഡ്, ആ സർവശക്തനായ ദൈവം അബ്രഹാമിനോട് എന്ത് ചെയ്യാണ്? വാഗ്ദത്ത ഉടമ്പടി ചെയ്യുവാനിടയായി. അതിനായിട്ടാണ് ഞാൻ നിന്നെ കൽദയുടെ പട്ടണമായിരിക്കുന്ന ഊരിൽ നിന്നും അന്യദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നായിരിക്കുന്ന അബ്രഹാമേ, നിന്നെ വിളിച്ച് ഞാൻ വേർതിരിച്ച ഈ കനാൻ ദേശത്ത് കൊണ്ടുവരുവാനിടയായത്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്നതായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നീ കർത്താവിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക, യഹോവയായ ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. നീ അവനിൽ തന്നെ ആശ്രയം വയ്ക്കുക. അവൻ എന്ത് ചെയ്യാണ്? നിന്നെ അനുഗ്രഹിപ്പാൻ ശക്തനായിരിക്കുന്നവനായി ദൈവമാണ്. അവന്റെ വാഗ്ദത്തം ഉടമ്പടി പ്രൈസ് ദി ലോർഡ് നിന്റെ ജീവിതത്തിൽ നിറവേറുവാനിടയാകും. ആ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് നമുക്ക് വിശ്വാസ ജീവിതത്തിൽ മുന്നേറുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ എന്നോർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. യഹോവയായ ദൈവം ആ ദിവസം അബ്രഹാമിനോട് ഒരു ഉടമ്പടി ചെയ്തു, അരുളി ചെയ്ത്, ഞാൻ നിന്റെ സന്തതിക്ക് മിസ്രയീം ദേശം മുതൽ മഹാനദിയായിരിക്കുന്ന യൂഫ്രട്ടീസ് വരെയുള്ളതായിരിക്കുന്നതായ ദേശത്തെ തന്നിരിക്കുന്നു. വിശ്വാസത്താൽ അത് നിനക്ക് ദൈവം തന്നിരിക്കുന്നു, അത് നീ പ്രാപിച്ചിരിക്കുന്നു, അതെന്റെ ദൈവം എനിക്ക് തന്നിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന വിശ്വാസത്തോടുകൂടെ മുന്നേറുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ എന്ന് അർപ്പിച്ചുകൊണ്ടാണ് ഞാൻ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. നാളെ രാത്രികാലം വീണ്ടും നമുക്ക് കാണാം. ദൈവം അവിടെ നിന്ന് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ.